എനിക്ക് ലോകത്ത് ഏറ്റവും ഇഷ്ടം എന്റെ അച്ഛനെയാണ്. കാരണം ഞാൻ ഇങ്ങനെ എന്നെ ഉണ്ടാക്കിയത് എന്റെ അച്ഛനാണല്ലോ ആ ഒരു ലെവലിലൊക്കെ ഞാൻ ചിന്തിച്ചു. അങ്ങനെയല്ല, ബാക്കി എല്ലാരും പിന്നെ കോൺട്രാക്ട് കൊടുത്താണല്ലോ. ഡോറ വിളിക്കട്ടെ എന്നാ? ഡോറ ഉണ്ടല്ലോ ഇവിടെ ഉണ്ടല്ലോ, വിളിക്കട്ടെ? ഡോറക്ക് ഫോണുണ്ട്. ഡോറ ഇവിടെ ഉണ്ട്, പുറത്തുണ്ട്. വിളിക്കാണേ. ആ ഇതാ ഡോറ, ഞാൻ നന്ദൂട്ടിക്ക് കൊടുക്കാവേ. നന്ദൂട്ടിക്ക് ഡോറ ഭയങ്കര ഇഷ്ടമാണേ. ആ ഞാൻ കൊടുക്കാം ഒരു ഹലോ ഹലോ, നിന്നെ സ്വന്തമാക്കിടുന്ന വരനെഞ്ചില്ലാതി. ഞാനൊരു ഫോട്ടോ കാണിച്ചു തരട്ടെ? ആരാന്ന് പറയോ? ഇതേത് മാമനാ? ലാലേട്ടൻ എങ്ങനെയാ നടക്കുക? ചെരുപ്പിട്ടിട്ടാ നടക്കാം? അല്ലാണ്ട് ഇങ്ങനെ എന്തോ നടക്കുമല്ലോ, തോള് ചെരിച്ച്. ചിൽനെസ്, ഒരു കൂൾ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് എന്റെ രണ്ട് പേരൻസിനും, എന്റെ ചേട്ടനും എന്റെ ചേട്ടത്തിയമ്മയ്ക്കും എല്ലാ രണ്ട് പേരൻസ് പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും. രണ്ട് പേരൻസ് ഞാൻ ഉദ്ദേശിച്ചത് അച്ഛനും അമ്മയ്ക്കും എന്നാണ് ഉദ്ദേശിച്ചത്. ഇവർക്കൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്കറിയാതൊന്നും നടക്കാൻ സാധ്യതയില്ലല്ലോ. ചേട്ടന്റെ കോമഡി സിനിമകൾ റിലീസ് ആകുമ്പോൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് ഈ പായസം കുടിക്കുമ്പോൾ അതിൽ കാഷ്യൂനറ്റ് ഒക്കെ കിട്ടുന്ന ഒരു സന്തോഷമാണ്. ചിലർക്ക് അത് ഇഷ്ടമല്ലേ? അതിപ്പോ പ്രൊമോഷൻ ആയാലും എവിടെ പോലും നമുക്ക് അത് കാണാൻ പറ്റും. കാരണം ഇതുവരെ കാണാത്ത നമുക്ക് രാജുവേട്ടൻ നമുക്ക് ആ സമയത്ത് കാണാൻ പറ്റും പലപ്പോഴും. നിന്നെ കണ്ടു കഴിഞ്ഞാൽ പൂജാ സാധനങ്ങൾ അമ്പലത്തിന്റെ നടക്ക് പൂജാ സാധനങ്ങൾ വെക്കാൻ നിൽക്കുന്ന എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന ഒരു ചേട്ടന്റെ ചായ ഉണ്ട്. മൊണ്ണാന്നങ്ങ് പറഞ്ഞു. യുദ്ധത്തിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന്? വടക്ക് വശത്തെ യുദ്ധത്തിന് എനിക്ക് 2000 പടയാളികൾ വേണം. പിന്നെ ഇത് ഇവിടെ കണ്ടോ, ഇവിടെ ഞാൻ ഒരു ആനപ്പട ഇടാം. അവിടെ ആനയ്ക്കോടാനുള്ള സ്ഥലമില്ലല്ലോ. ശരി, എന്നാ ഞാനിവിടെ ഒരു കുതിരപ്പട ഇടാം. അവിടെ കുതിരയ്ക്കോടാനുള്ള സ്ഥലമില്ല ബാഹു. എന്നാ ഞാനിവിടെ ഒരു അമ്പ് വിടുന്ന മെഷീൻ ഇടാം. അമ്പ് വിടുന്ന മെഷീൻ ഇവിടെ ഇടാന്നാണോ നീ പറയുന്നത്? പിന്നെ എനിക്ക് ഇവിടെ പാനിപ്പൂരി കട ഇടാൻ പറ്റുമോ? ചോദിക്കുന്നതിനൊക്കെ തർക്കുത്തരം പറഞ്ഞ അവസാനം മഹിഷ്മതിയുടെ ബ്ലൂ പ്രിന്റ് വന്നിട്ടുണ്ട്, നിനക്കത് വേണ്ടേ? അമ്മയായിട്ട് ചോദിക്കുമ്പോ എങ്ങനെ വേണ്ടെന്ന് പറയാം? ശരിയാണോ?